നമ്മൾ ഇന്നിവിടെ എടുക്കുന്ന പുതിയ ടോപ്പിക് എന്ന് പരിചയപ്പെടുന്ന പുതിയ ടോപ്പിക് കോഡഡ് ഇനിക്വാലിറ്റീസ് ആണ്. ഓക്കെ, കോഡഡ് ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിന്റെ ഒരു പാർട്ട് അല്ല കോഡഡ് ഇനിക്വാലിറ്റി. ഡോണ്ട് തിങ്ക് ദാറ്റ് അതുപോലെയാണെന്ന്. നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ദ ഇനിക്വാലിറ്റീസ് കമ്മിങ്. നമുക്കറിയാം ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തൊരുമ അല്ലെങ്കിൽ ഒരുമയില്ലായ്മ, ഈക്വൽ അല്ലാതിരിക്കുക. ഓക്കെ, ഇവിടെ രണ്ട് വേരിയബിളിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഇൻഇക്വാലിറ്റീസ് വരുന്നത്. സപ്പോസ് എ ആൻഡ് ബി ആർ ടു വേരിയബിൾസ്. എയും ബിയും രണ്ട് വേരിയബിൾ ആണ്. എക്ക് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് എയും ബിയെയും കമ്പയർ ചെയ്യാം. ഓക്കെ, എത്ര പോസിബിലിറ്റീസ് വരാം? എ ഗ്രേറ്റർ ദാൻ ബി വരാം, എ ലെസ് ദാൻ ബി and a equal to b. These are the three possible conditions when a and b parameters are get compared. അല്ലെ, എയും ബിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ a greater than b, a less than b and a equal to b. ഈ മൂന്ന് പോസിബിലിറ്റീസ് ആണ് നമുക്ക് എയും ബിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ നോക്കിക്കേ, ദ ടൈപ്സ് ഓഫ് ഇനിക്വാലിറ്റീസ്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ബി യെ കാട്ടിയും കൂടുതലാണ്. എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പാരാമീറ്റർ ബി യെ കാട്ടിയിൽ ചെറുതാണ്. ഓക്കെ, ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ 5 പോസിബിൾ കണ്ടീഷൻസ് ആണ് സാധാരണ വരാറ്. ഏതൊക്കെയാണ്? ദ കോഡഡ് ഇനിക്വാലിറ്റീസ് അല്ലെങ്കിൽ ദ ഇനിക്വാലിറ്റീസ്. എന്നിട്ട് ആ ഇനിക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വാലിറ്റി ഇല്ലായ്മയാണ്. ഓക്കെ, അപ്പം എ ഈക്വൽ ടു ബി, എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി. ദീസ് ആർ ദ 3 പോസിബിൾ കണ്ടീഷൻസ് വെൻ 2 പാരാമീറ്റേഴ്സ് ആർ ഗെറ്റ് കമ്പയർഡ്. അല്ലെ, രണ്ട് പാരാമീറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. A is neither greater than nor equal to B. Okay, A is neither greater than. What do you mean by neither greater than? A എന്ന് പറയുന്ന പാരാമീറ്റർ B യെയും കാട്ടിയും കൂടുതലല്ല, neither greater than. ഓക്കെ, അപ്പം എ എന്ന് പാരാമീറ്റർ ബി യെ കാട്ടിയും എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ആൻഡ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു. ഈക്വലും അല്ല. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സോറി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള പാരാമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അറിയണം എ ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു ബി ഇംപ്ലൈസസ് എ ഈസ് ലെസ് ദാൻ ബി. അപ്പം എ ഈസ് ലെസ് ദാൻ ബി, എ എന്ന് പറയുന്ന പാരാമീറ്റർ ബി യെ കാട്ടി ചെറുതാണ് എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ക്യാൻ ബി interpreted as a is neither greater than nor equal to b എന്ന് പറഞ്ഞാൽ a is less than b. അടുത്ത നോക്കിക്കേ, a is neither smaller than nor equal to b. a is neither smaller than. അപ്പം എ ഒരിക്കലും സ്മോളർ അല്ല ബി യെ കാട്ടി. അപ്പം എന്താണ്? ഗ്രേറ്റർ ആയിരിക്കും. അല്ലെ, ദെൻ നോർ ഈക്വൽ ടു, ഈക്വലും അല്ല എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല എന്ന് പറഞ്ഞാൽ എ ബി യെ കാട്ടിയും എന്തായിരിക്കും? ഇറ്റ് ഇംപ്ലൈസസ് ദാറ്റ് എ ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അടുത്ത നോക്കിക്കേ, എ ഈസ്, ഒരു മിനിറ്റ്, എ ഈസ് neither, sorry, okay, A is neither greater than nor smaller than B. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എ ബി യെ കാട്ടിയും ഗ്രേറ്ററും അല്ല, നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ സ്മോളർ ദാൻ, സ്മോളറും അല്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്ത് വന്നേ പറ്റുള്ളൂ? എ ഈക്വൽ ടു ബി. സോ ദിസ് ഇംപ്ലൈസസ് ദാറ്റ് എ ഈക്വൽ ടു ബി. അല്ലെ, അപ്പം ആദ്യത്തെ കണ്ടീഷനിൽ എ നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ബി എന്നാണ് അർത്ഥം. ഓക്കെ, എ ഈസ് നെയ്തർ സ്മോളർ ദാൻ നോർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് അർത്ഥം. എ ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ സ്മോളർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി. കാരണം അത് കൂടുതലുമല്ല കുറവുമല്ല ബി യെ കാട്ടി. ദെൻ അടുത്ത കണ്ടീഷൻ നോക്കിക്കേ, എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, എ ബി യെ കാട്ടി കൂടുതലല്ല. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് എ ബി യെ കാട്ടിയും കൂടുതലല്ല എന്ന് പറഞ്ഞാൽ എ നോട്ട് ഗ്രേറ്റർ ദാൻ ബി എന്നാണ് അർത്ഥം. അതായത് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ ആപ്ലിക്കബിൾ അല്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, രണ്ട് കണ്ടീഷൻസ് പിന്നെയും നമുക്ക് ലെഫ്റ്റ് ഔട്ട് ആവുന്നുണ്ട്. ഏതാണ്? എ ലെസ് ദാൻ ബിയും ഉണ്ട്, എ ഈക്വൽ ടു ബിയും ഉണ്ട്. അല്ലെ, എ ലെസ് ദാൻ ബി ആൻഡ് എ ഈക്വൽ ടു ബി. സോ യു ക്യാൻ സേ ദാറ്റ് എ ഈസ്
less than or equal to b. This is the symbol for a less than or equal to. അപ്പം ഇത് implies ചെയ്യുന്നത് എന്താണ്? a less than or equal to b. Okay, അടുത്ത നോക്കിക്കേ, a is not smaller than b എന്ന് പറഞ്ഞാൽ a less than b അല്ല, ഈ കണ്ടീഷൻ അല്ല. ഓക്കെ, a less than b അല്ല. അപ്പൊ പക്ഷെ അവിടെ രണ്ട് കണ്ടീഷൻ പിന്നെയും ലെഫ്റ്റ് ഔട്ട് ആവുന്നുണ്ട്, a greater than and a equal to b അല്ലെ. a ചെറുതല്ല എന്ന് പറഞ്ഞാൽ a വലുതും ആവാം, a ഈക്വലും ആവാം. അപ്പം ഇത് ഇംപ്ലൈസ് ചെയ്യുന്നത് എന്താണ്? a greater than or equal to b. Okay, so these are the 5 conditions to be interpreted for chorded inequalities. Inequalities വരുന്ന conditions മാത്രമാണ് നമ്മൾ പറഞ്ഞത്. Then നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ഇനിക്വാലിറ്റീസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴേക്കും there are 3 golden rules for this inequality. ഈ ഇനിക്വാലിറ്റിക്ക് 3 golden rules ആണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇനിക്വാലിറ്റിയുടെ കോഡഡ് ഇനിക്വാലിറ്റിയുടെ പ്രോബ്ലത്തിൽ 3 golden rules we are having to follow. അപ്പം ടൈപ്സ് ഓഫ് ഇനിക്വാലിറ്റീസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ആണ് ആക്ച്വലി ഉള്ളത്. a greater than b, a less than b and a equal to b. These are the possible comparison between 2 parameters അല്ലെ. 2 പാരാമീറ്ററുകൾ തമ്മിലുള്ള പോസിബിൾ കമ്പാരിസൺ അതാണ്. പക്ഷേ അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെന്റൻസിനെ a is neither greater than nor equal to b എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗ്രേറ്ററും അല്ല ഈക്വലും അല്ല, അപ്പൊ പിന്നെ എന്തായിരിക്കും? ലെസ് ദാൻ ആയിരിക്കും അല്ലെ. ഡെഫിനറ്റ്ലി we can say that a less than b. പക്ഷെ ഇവിടെ നമുക്ക് a less than b എന്ന് പറയാൻ പറ്റില്ല. ഏതാ? 4ാമത്തെ കണ്ടീഷനിൽ a is not greater than b എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ. അപ്പൊ b കാട്ടി കൂടുതലല്ല, അപ്പൊ എന്തൊക്കെയാവാം? കുറവും ആവാം, ഈക്വലും ആവാം. അപ്പൊ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് these are the 5 possible conditions for interpretation. അപ്പം a is neither greater than nor equal to b, a is neither smaller than nor equal to b എന്ന് പറഞ്ഞാൽ എന്താണ്? a greater than b ആയിരിക്കണം. neither greater than nor smaller than എന്ന് പറഞ്ഞാൽ equal എന്ന് വെച്ചാൽ കൂടുതലുമല്ല കുറവുമല്ല, അപ്പൊ എന്താണ്? equal ആയിരിക്കണം അല്ലെ. then a is not greater than b means a less than or equal to b, a is not smaller than b means a greater than or equal to b. so these are the possible conditions for this inequalities. Okay, then നോക്കൂ, നമ്മുടെ ഫസ്റ്റ് റൂൾ I have already said that ഈ ഇനിക്വാലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് 3 പോസിബിൾ കണ്ടീഷൻസ് ആണ് വേണ്ടത് അല്ലെ. 3 പോസിബിൾ റൂൾസ് ആർ there. ഏതൊക്കെയാണ്? a greater than b and a greater than c. Okay, a greater than b and a greater than c. What this is implies? a greater than b, a b യെക്കാട്ടി കൂടുതലാണ്, a greater than c. ഓക്കെ, നമ്മൾ നോർമലി പണ്ട് പറയാറുണ്ട് a ഈക്വൽ ടു b ആൻഡ് b ഈക്വൽ ടു c, then a ഈക്വൽ ടു c. ഇക്വാലിറ്റി വരുമ്പോ നമുക്ക് എന്തിനെ കമ്പയർ ചെയ്യാം? പാരാമീറ്റേഴ്സിനെ കമ്പയർ ചെയ്യാം. പക്ഷേ ഇൻഇക്വാലിറ്റീസ് വരുമ്പോഴേക്കും പാരാമീറ്റർ cannot be compared. സപ്പോസ് ഈ ഒരു എക്സാമ്പിൾ എടുത്തേ, a greater than b and a greater than c. a greater than b എന്താണ്? a b യെക്കാട്ടി കൂടുതലാണ്, a c യെക്കാട്ടി കൂടുതലാണ്. പക്ഷേ ബിയും സിയും കൂടെ അവിടെ കമ്പയറബിൾ അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഫോർ സപ്പോസ് 3 കുട്ടികളുടെ ഹൈറ്റ് എടുക്കുവാണ്. ഓക്കെ, 3 കുട്ടികളുടെ ഹൈറ്റ് എടുക്കുകയാണ്. സോ ഫസ്റ്റ് കുട്ടി എയുടെ ഹൈറ്റ് ബി യെക്കാട്ടി കൂടുതലാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് കുട്ടി എയുടെ ഹൈറ്റ് സി യെക്കാട്ടിയും കൂടുതലാണ് എന്ന് കരുതി നമുക്ക് ബിയും സിയും കൂടെ ഉള്ള റിലേഷൻ പറയാൻ പറ്റുമോ? എ എന്ന് പറയുന്ന ആള് ബി യെ കാട്ടി കൂടുതൽ ഹൈറ്റിലാണ്. ഓക്കെ, പക്ഷേ ബി എന്ന് പറയുന്നത് ചിലപ്പോൾ സിക്ക് ഇക്വലന്റ് ആവാം, ബി എന്ന് പറയുന്നത് ചിലപ്പോൾ സി കാട്ടി കുറവായിരിക്കാം, ബി എന്ന് പറയുന്നത് ചിലപ്പോൾ സി കാട്ടി കൂടുതലായിരിക്കാം. സോ വി കാൺ കമ്പയർ ഓർ വി കാൺ പ്രെഡിക്റ്റ് ബി ആൻഡ് സി when this type of relations. ഓക്കെ, അപ്പൊ a greater than b or a greater than c എന്ന് പറഞ്ഞാൽ we can't say that b and c are related. b യും c യും കൂടെയുള്ള റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സിമിലർലി a less than b and a less than c. ഓക്കെ, a b യെക്കാട്ടിയും ലെസ്സർ ആണ്, a b യെക്കാട്ടിയും ഗ്രേറ്റർ ആണ് എന്ന് പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
ഇവർ തങ്ങളിലുള്ള റിലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി a less than or equal to b and a less than or equal to c എന്ന് പറഞ്ഞാലും പ്രെഡിക്റ്റ് ചെയ്യാം. ഈക്വൽ ടു മാത്രമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതർ വേരിയബിൾസ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ a greater than or equal to b and a greater than or equal to c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടെ അല്ലെങ്കിൽ ബിയും സിയും കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ b and c cannot be compared in this all possibilities. a less than b and a less than c ഇങ്ങനെ a greater than or equal to b and a greater than c ഇങ്ങനെ പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? a less than or equal to b and a greater than less than b ഇങ്ങനെ ഇവര് തങ്ങളിലുള്ള റിലേഷൻ ബിയും സിയും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടില്ല എങ്കിൽ വി കാൺ പ്രെഡിക്ട്. ബട്ട് അതർവൈസ് ഇഫ് ദേ ആർ സെയിങ് ബി ഈക്വൽ ടു സി അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി എന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ഓൾ ദീസ് റിലേഷൻസ് വി കാൺ കമ്പയർ ബി ആൻഡ് സി. ദാറ്റ് ഈസ് ദേ കാൺ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് നമുക്കൊരു വാല്യൂ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് നമുക്കൊരു പോസിബിലിറ്റി പറയാൻ എന്തിൽ പറ്റില്ല, ഇതിൽ പറ്റില്ല. ഇനി നമ്മൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? ഈ ഇൻഇക്വാലിറ്റീസ് വരുമ്പോഴത്തേക്കും നമ്മുടെ സിലോഗസത്തിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവർ തരും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് തരും, കൺക്ലൂഷൻസും തരും, ആൻഡ് വി ഹാവ് ടു പ്രെഡിക്ട് വിച്ച് ഇസ് ദ കറക്റ്റ് കൺക്ലൂഷൻ. ഓക്കെ, ഏതൊക്കെ കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്, പോസിബിൾ കൺക്ലൂഷൻ ഏതാണ്, ഇങ്ങനെയുള്ളതൊക്കെ വരാനാണ് ഈ റൂള്. ഓക്കെ, റൂൾ നമ്പർ 2. സപ്പോസ് a less than or equal to b, less than c, less than or equal to d, less than or equal to e ഇങ്ങനെ ഒരു റിലേഷൻ തരുകയാണ്. ഓക്കെ, ആൻഡ് we have to say അപ്പം ഇവിടെ a less than or equal to ബിയും സിയും കൂടെ ഉള്ള റിലേഷനും തന്നിട്ടുണ്ട് അല്ലെ. സപ്പോസ് we need a distant comparison between a and d. ഓക്കെ, എക്കും ഡിക്കും ഇടയിലുള്ള ഡിസ്റ്റന്റ് കമ്പാരിസൺ നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ വേറെ വേരിയബിളും ആയിട്ട്. എ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആര് മാത്രമാണ്, ബിയെ മാത്രമാണ് അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ടാണ് സിയും ഡിയും ഇയും വരുന്നത്. ഓക്കെ, സോ ഇഫ് ദേ ആർ സെയിങ് ദാറ്റ് വി ഹാവ് ടു കമ്പയർ ദീസ് ടു, നിങ്ങൾ നോക്കിക്കേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അപ്പം എ ബിയെ കാട്ടിയും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, ആൻഡ് ബി ലെസ് ദാൻ സി. ഓക്കെ, ബി ലെസ് ദാൻ സി. അപ്പോ ഇവര് തങ്ങളിലുള്ള റിലേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ബി എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലെ. ബി എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് എ ലെസ് ദാൻ സി. ഓക്കെ, എ ലെസ് ദാൻ സി. വി കാൺ ടേക്ക് ദാറ്റ് ഈക്വൽ ടു. കാരണം എന്താ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെ വെറും ലെസ് ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ മൂന്ന് എത്ര കമ്പോണൻസ് അല്ലെങ്കിൽ എത്ര ഫാക്ടേഴ്സ് വരുന്നുണ്ട്, 3 പേര് വരുന്നുണ്ട് അല്ലെ. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഈ പറയുന്ന ഇതിന്റെ ഇടയ്ക്ക്, അതായത് ഈ രണ്ട് ഡിസ്റ്റന്റ് പാരാമീറ്റേഴ്സിന്റെ ഇടയ്ക്ക് എത്ര കമ്പാരിസൺ വരുന്നുണ്ട്, 3 കമ്പാരിസൺ വരുന്നുണ്ട്. ഏതൊക്കെയാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ. ഇതില് മാക്സിമം വരുന്ന കമ്പാരിസൺ ഏതാണോ അത് മാത്രം, അല്ലെങ്കിൽ കോമൺ വരുന്ന കമ്പാരിസൺ ഏതോ അത് മാത്രമേ നമുക്ക് ആ റിലേഷനിൽ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ 3ലും കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 3ലും മാക്സിമം കൂടുതൽ വരുന്ന കമ്പാരിസൺ ഏതാണ്, ലെസ് ദാൻ ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് എ ലെസ് ദാൻ ഡി. Okay, A less than D. Suppose we have to compare B and E. ഇവിടെ നിങ്ങൾ ബിയും ഇയും കൂടെ കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ രണ്ടിടത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നത് കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എടുക്കരുത്. ലെസ് ദാൻ മാത്രമാണ് 3ലും കോമൺ ആയിട്ട് വരുന്നത്. നമ്മൾ HCF ഒക്കെ കാണുന്ന പോലെ 3ലും കോമൺ ആയിട്ട് വരും. 3 റിലേഷനിലും കോമൺ ആയിട്ട് വരുന്നത് ഏത് മാത്രമാണ്, ലെസ് ദാൻ മാത്രമാണ്. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ. That is B less than E. If suppose we are taking B and D, B and D കൂടെ എടുക്കുവാണ്, less than and less than or equal to. ഈ രണ്ട് കമ്പോണൻസിലും കോമൺ ആയിട്ട് വരുന്നത് ഏത് മാത്രമാണ്, ലെസ് ദാൻ മാത്രമാണ്. സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് വെൻ യു ഹാവ് ടു കമ്പയർ മോർ ദാൻ 2 കമ്പോണൻസ് അല്ലെങ്കിൽ മോർ ദാൻ 2 വേരിയബിൾസ്, ഡിസ്റ്റന്റ് വേരിയബിൾസ് കമ്പാരിസൺ എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, ഡിസ്റ്റന്റ് വേരിയബിൾ കമ്പാരിസൺ നടത്തുമ്പോഴേക്കും 3ലും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ 4ലും കോമൺ ആയിട്ടുള്ള the common
factor between all the possible outcomes. എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഓൺലി ലെസ് ദാൻ എന്ന് പറയുന്ന പാർട്ട് മാത്രമാണ് നമുക്ക് ഡിസ്റ്റന്റ് കമ്പാരിസൺ എടുക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ മൂന്നിടത്തും കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് റൂൾ നമ്പർ 2. ഫോർ എക്സാമ്പിൾ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ the relation between or the operation between inequality between P and S. P യും S ഉം തമ്മിലുള്ള ഓപ്പറേഷൻ കാണണം അല്ലെ, അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി കാണണം. നോക്കിക്കേ, P യും Q ഉം തമ്മിൽ ഗ്രേറ്റർ ദാൻ, Q ഉം R ഉം തമ്മിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആൻഡ് R ഉം S ഉം തമ്മിൽ ഗ്രേറ്റർ ദാൻ. മൂന്നിലും കോമൺ വരുന്നത് ഏത് മാത്രമാണ്? P യിലും Q യിലും R ലും S ലും അല്ലെ. ഇവിടെ വരുന്ന കോമൺ ഫാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ. സോ യു ക്യാൻ സേ ദാറ്റ് P greater than S. And if they are supposed to do R and U, alle, R greater than S, greater than T, greater than or equal to U. So there is a relation. Okay, and only the common factor or the maximum possible factor which is coming among all these inequalities ഏത് മാത്രമാണ്? Greater മാത്രമാണ്. Okay, and if you are comparing R and T, R and T യും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏത് മാത്രമാണ് വരുന്നത്? Only greater than. So you can compare the variables. ഓക്കെ, ഇങ്ങനെയായിട്ട് ആദ്യത്തെ റൂളില് നമുക്ക് പ്രത്യേകത എന്തായിരുന്നു? ഇവര് തങ്ങളിലുള്ള റിലേഷൻ, ബിയും സിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ദേ ആർ ഇൻഡിപെൻഡന്റ് കമ്പാരിസൺ അല്ലെ. എയും ബിയും കൂടെ തമ്മിലും എയും സിയും കൂടെ തമ്മിലും അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലോ, ചെയിൻ കമ്പാരിസൺ ആണ് അല്ലെ. എയും ബിയും തമ്മില്, ബിയും സിയും തമ്മില്, സിയും ഡിയും തമ്മില്, ഡിയും ഇയും തമ്മില്. സോ യു ക്യാൻ മിക്സ് അപ്പ് ദ comparison and finding out distant comparison. അതായത് ഒരു ദൂരെയുള്ള ഒരാളിനെ അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു കമ്പോണന്റിനെ നമുക്ക് ചെയിൻ ആയിട്ട് തന്നിരുന്നാൽ കമ്പയർ ചെയ്യാം. പക്ഷെ എന്ത് വ്യത്യാസം ഉണ്ടാവണം? ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏതാണോ മൂന്നിലും അല്ലെങ്കിൽ ഓൾ പോസിബിൾ മൂവ്സിലും കോമൺ വരുന്നത് മാത്രം എടുത്തു പോവുക. ഓക്കെ, so that is the second golden rule for coded inequality problem. Coded inequality problemത്തിലെ second rule അതാണ്. ഇനി നോക്കിക്കേ, A less than B less than or equal to C greater than D greater than or equal to E. ഇതും റൂൾ നമ്പർ 2 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സപ്പോസ് നോക്കിക്കേ, എയും ഡിയും കൂടെയാണ് എനിക്ക് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, A and D have to be compared. You know that എയും ബിയും തമ്മിൽ ലെസ് ദാൻ ആണ് അല്ലെ. ദെൻ ബിയും സിയും തമ്മിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സിയും ഡിയും തമ്മിൽ ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ആണ്. അതായത് ആദ്യത്തേത് ലെസ് ദാൻ, രണ്ടാമത്തേതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മൂന്നാമത്തേതിൽ ഗ്രേറ്റർ ദാൻ. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ചെയിൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ബട്ട് യു കാൺ കമ്പയർ ദീസ് എ ആൻഡ് ഡി. കനോട്ട് കമ്പയർ. വൈ കനോട്ട് കമ്പയർ? എന്തുകൊണ്ടാണ്? ഈ മൂന്ന് കമ്പാരിസണിലും അല്ലെങ്കിൽ ആ മൂന്ന് ഇൻഇക്വാലിറ്റിയിലും കോമൺ ആയിട്ട് ഒന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ചെയിനിൽ നമുക്ക് കമ്പാരിസൺ പറ്റില്ല. പറ്റും, ഏതൊക്കെ തമ്മിലാണ്? സപ്പോസ് എയും സിയും തമ്മിൽ കമ്പയർ ചെയ്യാനാണെങ്കിൽ പറ്റും. ഓക്കെ, ലെസ് ദാൻ. ഡിയും ഇയും തമ്മിൽ അല്ലെങ്കിൽ സിയും ഇയും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിലും പറ്റും. എന്താണ്? ഗ്രേറ്റർ ദാൻ ആസ് പെർ റൂൾ നമ്പർ 2 അല്ലെ. കാരണം എന്താ? ഇവര് തങ്ങളില് കോമൺ ആയിട്ട് ഗ്രേറ്റർ ദാൻ ഉണ്ട് അല്ലെ. ദെൻ അവര് തങ്ങളിലും കോമൺ ആയിട്ട് ഗ്രേറ്റർ ദാൻ ഉണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല? കോമൺ ആയിട്ട് ഉള്ള ഫാക്ടർ, അതായത് മൂന്ന് വേരിയബിൾസിന്റെ കമ്പാരിസണിലും കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് കാനോട്ട് ബി കമ്പയർ. ദാറ്റ് ഈസ് ദിസ് എ ആൻഡ് ഡി ഈക്വൽ ആകാം, then A greater than D ആകാം, A less than D ആകാം. So you can't predict this അല്ലെ. ഇത് predict ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണ് രണ്ട് ഇൻഇക്വാലിറ്റി ഇടയിൽ വന്നാൽ, ഇത് ചെയിൻ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ തന്നിട്ട് അതിനകത്ത് രണ്ട് ഇൻഇക്വാലിറ്റി ഡയറക്ഷൻ തന്നാല് you can't compare the things. That is the golden rule number 3. അപ്പൊ golden rule number 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? വേരിയബിൾസ്. ഓക്കെ, 1 എന്ന് പറയുന്നത് വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ
അല്ലെ? ഇതിപ്പോ എവിടെ ആവശ്യം വരിക എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ആവശ്യം വരും. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് കമ്പാരിസൺ പോസിബിൾ അല്ല. ബിയും സിയും തമ്മിലുള്ള കമ്പാരിസൺ പോസിബിൾ അല്ല. ഇവിടെയാണെങ്കിലോ ചെയിൻ ആയിട്ട് കമ്പാരിസൺ തന്നിട്ടുണ്ട്. പക്ഷെ ആ കമ്പാരിസണിൽ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ഏതാണോ കോമൺ അല്ലെങ്കിൽ മാക്സിമം എമംഗ് ദ കമ്പാരിസൺ, അതായിരിക്കും അവിടുത്തെ കമ്പാരിസൺ ടേബിളിൽ ആദ്യം വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് റൂൾ നമ്പർ 3 എന്താണ്? രണ്ട് ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ, ഒന്നുകിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ ഇറ്റ് കനോട്ട് ബി കമ്പയർ. സോ ദീസ് ആർ ദ 3 റൂൾസ് വിച്ച് ഹാവ് ടു ബി ഫോളോഡ് ഫോർ കോഡഡ് ഇനിക്വാലിറ്റി പ്രോബ്ലംസ്. പറഞ്ഞു പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് തരും, ആ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കൺക്ലൂഷൻസ് തരും, ആൻഡ് വിച്ച് ആർ ദ കൺക്ലൂഷൻസ് വി ഹാവ് ടു ഫോളോ, അല്ലെങ്കിൽ വിച്ച് ആർ ദ കൺക്ലൂഷൻ വിച്ച് ഈസ് ട്രൂ അല്ലെങ്കിൽ വിച്ച് ഈസ് ഫോൾസ് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡഡ് ഇനിക്വാലിറ്റീസ് എന്താണെന്ന് മനസ്സിലായി, 3 റൂളുകൾ എന്താണെന്ന് മനസ്സിലായി. അപ്പം ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ശരിക്കും 2 മോഡലാണ് ചോദിക്കുക. മെയിൻ ആയിട്ട് 2 മോഡലാണ്, then അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ there. ഓക്കെ, അപ്പം മോഡൽ 1 നമുക്ക് എങ്ങനെയാ തരുന്നതെന്ന് വെച്ചാൽ ഇവർ ഇതേപോലെ കുറെ സ്റ്റേറ്റ്മെന്റ് തരും. അതായത് A@B മീൻസ് A greater than B. ഓക്കെ, അപ്പൊ ഇവിടെ @ എന്നുള്ളൊരു സിമ്പിള് നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്നാൽ അത് എന്താണ് മീൻ ചെയ്യുന്നത്? A greater than B, ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇനിക്വാലിറ്റി ആണ്. ഹാഷ് വന്നു കഴിഞ്ഞാൽ, അതായത് A ഹാഷ് B എന്ന് പറഞ്ഞാൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് മീനിങ്. ദെൻ A+B എന്ന് തന്നാൽ A ഈക്വൽ ടു B എന്നാണ് അർത്ഥം. $B മീൻസ് A ലെസ് ദാൻ B and A∩B അല്ലെങ്കിൽ A to the power B അല്ലെ A∩B എന്ന് പറഞ്ഞാൽ A greater than B ആണ് അർത്ഥം. അപ്പൊ ഓരോ നൊട്ടേഷൻസിനും അല്ലെങ്കിൽ ഓരോ വെറൈറ്റിക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനിക്വാലിറ്റീസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പം A@B മീൻസ് A greater than B, A ഹാഷ് B മീൻസ് A less than or equal to B, പ്ലസ് ആണെങ്കിൽ ഈക്വൽ ടു $സൈൻ ആണെന്നുണ്ടെങ്കിൽ A less than എന്നുള്ളതാണ് മീനിങ്. A∩B മീൻസ് A greater than B. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിന്റെ ഫസ്റ്റ് അവർ തരുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ സ്റ്റേറ്റ്മെന്റ്സ് അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ വരിക, ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യനിൽ ഈ ചിഹ്നങ്ങൾ വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, 2 മോഡൽസ് ആണുള്ളത്. ഇൻഡയറക്റ്റ് മോഡലും ഉണ്ട്, ഡയറക്റ്റ് മോഡലും ഉണ്ട്. അല്ലെ, ഡയറക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നൊട്ടേഷൻസിലായിരിക്കും, അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇവിടെ ഇൻഡയറക്റ്റ് മോഡൽ ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ എന്താ? ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം ആൻഡ് ഇറ്റ് ഹാസ് ടു ബി മിക്സ്ഡ് അപ്പ്. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് കൺക്ലൂഷൻസ് ഏതൊക്കെ കറക്റ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പഠിച്ച 3 റൂളുകൾ ഉള്ളത്. അല്ലെ, 3 റൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ആ റൂൾസ് വെച്ചിട്ട് ഇവർ ഈ പറയുന്ന കൺക്ലൂഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സിലോജിസത്തിൽ ചെയ്യുന്ന പോലെ തന്നെ we have to make sure that, അതായത് ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണം. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഈസ് പക്ക ക്ലിയർ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണം കൺക്ലൂഷൻസിലേക്ക് പോവാൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യണം? ഇന്റർപ്രറ്റ് ചെയ്യണം. സോ $V, ഡോളർ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ വി ക്യാൻ സേ ദാറ്റ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു V. അല്ലെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു V ആൻഡ് $E. അല്ലെ, ഡോളർ എന്ന് പറയുന്നത് എന്താണ്? A ലെസ് ദാൻ B എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ പച്ച നോക്കണ്ട, ആ മഞ്ഞയിൽ എഴുതിയിരിക്കുന്ന മാത്രം നോക്കിയാൽ മതി. ഓക്കെ, then $V means V less than E. ഓക്കെ, അടുത്ത എന്താണ്? E∩U. ക്യാപ്പ് എന്താ മീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ. അല്ലെ, സോ E∩U മീൻസ് E greater than U. അല്ലെ, അടുത്ത എന്താണ്? U@B. @ വരുമ്പം A greater than B ആണ്. ഓക്കെ, അപ്പൊ എന്താ? U greater than B.
ക്ലിയർ? അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഇതനുസരിച്ച് അല്ലെ, ഈ പറയുന്ന നൊട്ടേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മളുടെ സ്റ്റേറ്റ്മെന്റിനെ മാറ്റിയെടുത്തു. ഓക്കെ, സോ അതോടുകൂടി ശരിക്കും പറഞ്ഞ ആ കണ്ടീഷൻസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോ എൽ ഗ്രേറ്റർ ദാൻ ഓർ എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി, വി ലെസ് ദാൻ ഇ ഗ്രേറ്റർ ദാൻ യു ഗ്രേറ്റർ ദാൻ ബി. സോ we have to combine these statements. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അത് കിടക്കുന്നത്. അതിന് നമുക്ക് എന്ത് വേണം? ക്ലബ് ചെയ്യണം. ഓക്കെ, ഒന്ന് കമ്പൈൻ ചെയ്യണം. അപ്പൊ വി ഇവിടെയും കോമൺ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഇ. കറക്റ്റ് അല്ലേ? എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഇ. ഓക്കെ, then E greater than U, greater than B. That is, I just combined. അല്ലെ, ഈ പറയുന്ന ഇത്രയും ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് കമ്പൈൻ ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇന്റർപ്രറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തു. ഇത് നിങ്ങൾക്ക് ബൈ പ്രാക്ടീസ് ഒറ്റ സ്ട്രെച്ചിന് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ചെയ്തു വെക്കാം. അപ്പൊ ഈ ഒരു കമ്പാരിസൺ നമ്മൾ ഒരു കിട്ടി. ഇതിപ്പോ നമ്മളുടെ റൂൾ നമ്പർ 2ഓ റൂൾ നമ്പർ 3ഓ പോലെ ആയി അല്ലെ. ഇനി നമ്മൾ എന്തിലേക്ക് നോക്കുക? കൺക്ലൂഷൻ. സോ ദ സ്റ്റേറ്റ്മെന്റ് ഹിയർ ഈസ് ദിസ് വൺ. അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ മൊത്ത രൂപം അല്ലെ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ? അപ്പൊ ഇനി ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ പറഞ്ഞ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ? ബി ഡോളർ ഇ. ഡോളർ സൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ് ഡോളർ സൈൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഡോളർ സൈൻ ഉദ്ദേശിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. ഡോളർ സൈൻ മീൻസ് എ ലെസ് ദാൻ ബി. ഓക്കെ, അപ്പൊ എന്താ ഇവര് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബി ലെസ് ദാൻ ഇ. കറക്റ്റ് ആണോ നമുക്കറിയില്ല. കൺക്ലൂഷൻ നമ്മൾ ഓരോന്ന് നോക്കുകയാണ്. ബി ലെസ് ദാൻ ഇ. ഓക്കെ, എ ഡോളർ സൈൻ. അടുത്തത് എൽ ഡോളർ ഇ. എൽ ഡോളർ എന്ന് പറയുമ്പോഴും സെയിം തന്നെ. എൽ ഡോളർ ഇ മീൻസ് എൽ ലെസ് ദാൻ ഇ. ഓക്കെ, ദെൻ ബി പ്ലസ് എൽ. പ്ലസ് എന്ന് പറയുന്ന സൈൻ എന്താ ചെയ്യുന്നത്? ഈക്വൽ ടുവിന് പകരമാണ് അല്ലെ. സോ യു ക്യാൻ സേ ദാറ്റ് ബി ഈക്വൽ ടു എൽ. ഇനി നമുക്ക് എന്താ? അപ്പൊ നമ്മള് കൺക്ലൂഷനെയും എന്തിലേക്ക് മാറ്റി? നമ്മളുടെ കറസ്പോണ്ടിങ് ഇനിക്വാലിറ്റീസിന്റെ ടേംസിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ കൺക്ലൂഷൻ കറക്റ്റ് ആണെന്ന് നോക്കണം. ഓക്കെ, നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റ് വന്ന റൂൾ നമ്പർ 2 അല്ലെങ്കിൽ റൂൾ നമ്പർ 3 അനുസരിച്ച് നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷൻ ബി ലെസ് ദാൻ ഇ. നോക്കിക്കേ നിങ്ങള്, ഈ ബിക്കും ഇക്കും ഇടയില് ബിക്കും ഇക്കും അല്ലെ കമ്പയർ ചെയ്യേണ്ടത് ആരെയൊക്കെയാണ്? ബി എയും ഇ എയും. ഓക്കെ, നമുക്ക് എന്താണ്? ഇ ഗ്രേറ്റർ ദാൻ യു ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ചെയ്യുന്നത്? തിരിച്ച്. മനസ്സിലായോ? നമ്മൾ ഇയിൽ നിന്നും ബിയിലേക്കാണ് പോകുന്നത്. ഇ ഗ്രേറ്റർ ദാൻ യു ഗ്രേറ്റർ ദാൻ ബി. അപ്പൊ വിച്ച് ഇസ് ദ കോമൺ വൺ? യു ക്യാൻ സേ ദാറ്റ് ഇ ഗ്രേറ്റർ ദാൻ ബി. കാരണം എന്താ? ഇവിടെ രണ്ടിടത്തും കൂടെ മാക്സിമം കോമൺ ആയിട്ടുള്ള ആൾ ആരാണ്? ഇ ഗ്രേറ്റർ ദാൻ ആണ് അല്ലെ. സോ യു ക്യാൻ സേ ദാറ്റ് ഇ ഗ്രേറ്റർ ദാൻ ബി. ഇ ബി യെ കാട്ടി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ബി ഇ യെ കാട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. സോ യു ക്യാൻ സേ ദാറ്റ് ബി ഈസ് ലെസ് ദാൻ ഇ. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് കൺക്ലൂഷൻ ഈസ് ട്രൂ. ഓക്കെ, ബി ലെസ് ദാൻ ഇ ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് അപ്പം ഇ ഗ്രേറ്റർ ദാൻ ബി ആണ് അല്ലെങ്കിൽ ബി ലെസ് ദാൻ ഇ ആണ്. കറക്റ്റ് ആണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അതാണ് രണ്ട് വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇനിക്വാലിറ്റിയുടെ സൈൻ മാറ്റാൻ മറക്കരുത്. ഓക്കെ, അതായത് ഇ ഗ്രേറ്റർ ദാൻ ബി ആണ് ഇവിടെ കിട്ടുന്നത് അല്ലെ. ഇ ഗ്രേറ്റർ ദാൻ, കാരണം ഇവിടെ രണ്ടിടത്തും കോമൺ ഉള്ളത് ആരാണ്? ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ റൂൾ നമ്പർ 2 പറഞ്ഞിട്ടുണ്ട് രണ്ട് വേരിയബിൾസിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് വേരിയബിൾ ഇനിക്വാലിറ്റി കാണാനായിട്ട് രണ്ട് വേരിയബിൾസിന്റെ ഇടയിൽ ഗ്രേറ്റർ ദാൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ്, അല്ലെങ്കിൽ ലെസ് ദാൻ വന്നാൽ കോമൺ ആയിട്ട് മാക്സിമം ഏത് വരുന്നോ അതിനെ എടുക്കാം. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ആണ്. അപ്പൊ ഇ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നതും ബി ലെസ് ദാൻ ഇ എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് ഇനി ആരൊക്കെ തമ്മിൽ നമുക്ക് നോക്കണ്ടേ? എല്ലും ഇയും തമ്മിലാണ്. എല്ലും ഇയും തമ്മിൽ അല്ലെ. So here L and E. Okay, എല്ലും ഇയും തമ്മിൽ നോക്കിക്കേ. എല്ലും വിയും തമ്മിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു
വിയും ഇയും തമ്മിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഉണ്ടെങ്കിൽ അതിൽ കോമൺ ആരാണ്? ലെസ് ദാൻ. ഈക്വൽ ടു നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം എന്താ? രണ്ടിടത്തും അത് കോമൺ അല്ല അല്ലെ. അപ്പൊ എന്താ? എൽ ഈസ് ലെസ് ദാൻ ഇ. കറക്റ്റ് അല്ലേ? എൽ ഈസ് ലെസ് ദാൻ ഇ. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ആരൊക്കെ തമ്മിലാണ്? ബിയും എല്ലും തമ്മിൽ. ഓക്കെ, ബിയും എല്ലും തമ്മിൽ. ബിയും എല്ലും തമ്മിൽ നിങ്ങൾ നോക്കിക്കേ, ആസ് പെർ റൂൾ നമ്പർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അല്ലെ. കോമൺ ആയിട്ട് വല്ല ഫാക്ടറും ഉണ്ടോ? ഈ 4, അതായത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് അല്ലെ. എല്ലും ബിയും നല്ല ഡിസ്റ്റൻസിലാണ്. സോ വി കാൺ ടേക്ക് എനി കോമൺ ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ഇൻഇക്വാലിറ്റി ബിറ്റ്വീൻ ദീസ് പാരാമീറ്റേഴ്സ്. എല്ലിലും ബിക്കും ഇടയ്ക്ക് ഏതെങ്കിലും കോമൺ ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ഇൻഇക്വാലിറ്റി ഉണ്ടോ? ഇല്ല. സോ യു കാൺ predict the relation between L and B, or you can't say the relation between L and B. So the third statement is wrong, അല്ലെങ്കിൽ the third conclusion is wrong as per the statement അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? മോഡൽ 1ലെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇങ്ങനെ കുറെ ഇൻഇക്വാലിറ്റീസിന് ഇന്റർപ്രിറ്റേഷൻസ് തരും അല്ലെ. അതില് @ ഡോളർ, ഹാഷ് അങ്ങനെ ഓരോ സിമ്പലിനും ഓരോ മീനിങ് അവർ പറയുന്നുണ്ടായിരിക്കും, ഓരോ ഇൻഇക്വാലിറ്റി പറയുന്നുണ്ടായിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയുള്ള കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ എടുക്കും. ആൻഡ് വി ആർ സെയിങ് ദാറ്റ് ഇത് എളുപ്പമുള്ള പ്രോബ്ലം ആണ്. കറക്റ്റ് ആയിട്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ യു ക്യാൻ ഡു മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോ എൽ ഹാഷ് വി അതിനെ ആദ്യം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തു അല്ലെ. ആൻഡ് വി ഹാവ് ടു കമ്പൈൻ ദിസ് സ്റ്റേറ്റ്മെന്റ്സ്. വി ആർ സെയിങ് ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് സത്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? നമ്മൾ ക്ലബ് ചെയ്യും അല്ലെ. നമ്മള് ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ വേർഡ് ആക്കും. അപ്പൊ ആ ഒറ്റ വേർഡ് ആക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൺക്ലൂഷൻസിലേക്ക് പോയി. കൺക്ലൂഷൻസിലേക്ക് പോയപ്പോ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് ബി ലെസ് ദാൻ ഇ, എൽ ലെസ് ദാൻ ഇ, ബി ഈക്വൽ ടു എൽ. ഇത് മൂന്നും ആയിരുന്നു നമ്മളുടെ കൺക്ലൂഷൻ അല്ലെ. അപ്പൊ ആ കൺക്ലൂഷനിൽ നമ്മൾ എന്ത് ചെയ്തു? റൂൾ നമ്പർ 2ഉം റൂൾ നമ്പർ 3ഉം വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വാല്യൂസ്. കൺക്ലൂഷൻസിൽ ഏതൊക്കെ കറക്റ്റ് ആണെന്ന് കിട്ടും. ഓക്കെ, ഏതൊക്കെയാണ് ഇവിടെ കറക്റ്റ്? കൺക്ലൂഷൻ നമ്പർ 1 and 2 ഓൺലി കറക്റ്റ് ആൻഡ് 3 ഈസ് wrong. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സെക്കൻഡ് ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. സെയിം മോഡൽ തന്നെ, അതായത് സെയിം നൊട്ടേഷൻസ് തന്നെയാണ് ഇന്റർപ്രിറ്റേഷൻസ് വരുന്നത്. ദെൻ $M മീൻസ് ഡോളർ എന്ന് പറയുന്ന സിമ്പിൾ എന്താ? ലെസ് ദാൻ എന്നുള്ള മീനിങ് ആണ് അല്ലെ. സോ യു കൻ സേ ദാറ്റ് M ലെസ് ദാൻ T. Then T plus R. T plus R means T equal to R. Okay, so T equal to R. R @ H. @ means greater than. So R greater than H and H hash G. Hash means a less than or equal to. Less than or equal to എന്നുള്ള meaning ആണ്. So H less than or equal to G. So the statement here can be interpreted as this much. M less than T, T equal to R, R greater than H and H less than G. Then you can combine this statement. Combine ചെയ്യും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെ വേരിയബിൾസ്, കോമൺ വേരിയബിൾസ് ഒരേപോലെ ആക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? M less than T. Okay, M less than T equal to R greater than G. Sorry, greater than H ആണ് അല്ലെ. Greater than H less than or equal to G. So this is the combined statement for our given statement. അല്ലെ, നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സിനെ മൊത്തവും കൂടെ കമ്പയർ ചെയ്താൽ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് M less than T equal to R greater than H less than or equal to G. ഇത് നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത് എഴുതാതെ തന്നെ. ഓക്കെ, ആൻഡ് you can interpret the conclusions also. Conclusion എങ്ങനെയാ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാ? ഡോളർ എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? M ലെസ് ദാൻ H എന്നുള്ളതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. @ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. സോ സെക്കൻഡ് കൺക്ലൂഷൻ ഈസ് @ ഈസ് ഗ്രേറ്റർ ദാൻ. ക്ലിയർ? അപ്പോ R ഗ്രേറ്റർ ദാൻ G. അടുത്ത എന്താ? M ഡോളർ R, M hash R means less than or equal to. അല്ലെ, അപ്പൊ എന്താണ്? M less than or equal to R. So these are the 3 statements available for
ആസ് ദ കൺക്ലൂഷൻ അല്ലെ. കൺക്ലൂഷന് നമ്മൾ ഇന്റർപ്രറ്റ്, അപ്പം നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തു, കൺക്ലൂഷനും ഇന്റർപ്രറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കണം അല്ലെ. ഇത് കൺക്ലൂഷനിൽ ആരൊക്കെയാണ് കറക്റ്റ്? Take the first conclusion. Which is the first conclusion? M less than H. Okay, M less than H. So we need a relation between M and H. Okay, M ഉം H ഉം തമ്മിൽ ഒരു റിലേഷൻ വേണം. Okay, as per rule number 2, the distant relation അല്ലെങ്കിൽ distant inequality can be calculated with the common maximum common factors. അല്ലെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ലെസ് ദാൻ ഉണ്ട്, ഇവിടെ ഈക്വൽ ടു, ഇവിടെ ഗ്രേറ്റർ ദാൻ. ദർ ഇസ് നോ കോമൺ ബിറ്റ്വീൻ എം ആൻഡ് എച്ച് അല്ലെ. കോമൺ ആയിട്ട് ഏതെങ്കിലും ഇനിക്വാലിറ്റി ഉണ്ടോ? ഇല്ല. സോ യു കാൺ സേ ദ റിലേഷൻ ബിറ്റ്വീൻ എം ആൻഡ് എച്ച്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ഈ കൺക്ലൂഷൻ തെറ്റാണ്. ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ ഈസ് റോങ്. ഇനി നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ ഏതാ പറയുന്നത്? ആറും ജിയും തമ്മിൽ, ആറും ജിയും തമ്മിൽ ഉള്ള റിലേഷൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ നിങ്ങള്, ആറും എച്ചും തമ്മിൽ കിടക്കുന്ന ഇനിക്വാലിറ്റി ഗ്രേറ്റർ ആണ്. ഓക്കെ, എച്ചും ജിയും തമ്മിൽ കിടക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, അപ്പം ഗ്രേറ്ററും ലെസ് ദാൻ ഓർ ഈക്വാലിറ്റിയും എന്താണ്? വി കനോട്ട് കമ്പയർ ബിക്കോസ് ദർ ഇസ് നോ കോമൺ ഇനിക്വാലിറ്റി അല്ലെ. ഇതിന്റെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ഇനിക്വാലിറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അത് നമ്മള് റോങ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ സെക്കൻഡ് കൺക്ലൂഷൻ ഓൾസോ റോങ്. ഇനി നമുക്ക് മൂന്നാമത്തെ കൺക്ലൂഷൻ. മൂന്നാമത്തെ കൺക്ലൂഷൻ ഏതാണ്? എം ആൻഡ് ആർ അല്ലെ. എമ്മും ആറും തമ്മിൽ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ എടുക്കാം. എമ്മും ആറും തമ്മിലാണ് നമുക്ക് റിലേഷൻ വേണ്ടത് അല്ലെ. എമ്മും ആറും തമ്മിൽ നിങ്ങൾ നോക്കിക്കേ, എം ഈസ് ലെസ് ദാൻ ടി ഈക്വൽ ടു ആർ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ലെസ് ദാനും ഉണ്ട്, ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ബട്ട് യു കാൺ സേ ദാറ്റ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. ഓക്കെ, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറയത്തില്ല, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മനസ്സിലായോ? സോ യു കാൺ സേ ദാറ്റ് ദിസ് ഇസ് റൈറ്റ് ഇല്ലേ. ഇത് നമുക്ക് റൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് റൈറ്റ് ആകും എപ്പോഴാണ്? if m less than t എന്ന് നമുക്ക് പറഞ്ഞു അല്ലെ. m less than t എന്ന് പറഞ്ഞു, m less than t ആണ്. ഓക്കെ, അപ്പോ എപ്പോഴെങ്കിലും അത് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ, ഓക്കെ, എം ലെസ് ദാൻ എച്ച് എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് ടി ഈക്വൽ ടു ആർ എന്ന് പറയാം. ഓക്കെ, ആൻഡ് വി കനോട്ട് സേ ദാറ്റ് ഓൾവേസ് ദിസ് ഹാപ്പൻസ്. മനസ്സിലായോ? We cannot say that always this happens. So this conclusion is also wrong. But first conclusion or second conclusion or correct ആവുകയാണെങ്കിൽ, okay, the first statement and second statement is correct. എപ്പോഴെങ്കിലും ഫസ്റ്റോ സെക്കൻഡോ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ, okay, എടുക്കുകയാണെങ്കിൽ എം ഈക്വൽ ടു ഓർ ലെസ് ദാൻ എന്നുള്ളത് കറക്റ്റ് ആവും. എപ്പോഴാണ്? ഒന്ന് ഫോർ എക്സാമ്പിൾ, എം എന്ന് പറയുന്നത് 5 ആണെന്നിരിക്കട്ടെ. ഓക്കെ, 5 ആണ്. ടി എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഈക്വൽ ടു 6 തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് എം ആണ്, ഇത് ടി ആണ്, ഇത് 6 ആണ്. ഓക്കെ, സോ എം ഹിയർ ഈസ് less than or equal to 6. കറക്റ്റ് ആണ്. അപ്പൊ there are possibilities when it is correct. പക്ഷേ അടുത്ത് നോക്കിക്കേ, സപ്പോസ് m here is m here is 7. Okay, then less than means ഈ പറയുന്ന പാർട്ട്, അതായത് ഇയാൾ ഗ്രേറ്റർ ദാൻ ആണല്ലോ, this is 9. Okay, then this equal to 9. Okay, അപ്പോ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആവുകയാണെങ്കിൽ, അതായത് if less than is happening, okay, m less than t is happening, then equal to ആകാം. മനസ്സിലാവുന്നുണ്ടോ? But we can't say that always this happens. എപ്പോഴും 7 ഉം 9 ഉം ഈക്വൽ ആവണം എന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ whenever you can say that the statement 1 and 2, അതായത്
if we can mix up the statement 1 and 2, അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെയും മിക്സപ്പ് ചെയ്യുകയാണെങ്കിൽ, okay, mix-up ചെയ്യുകയാണെങ്കിൽ you can say that this statement will be true. Okay, otherwise we can't say, as per this conclusion we can't say. അപ്പൊ എന്തായിരിക്കും? Either 1 or 2 satisfies, then you can say 3 is statement correct. Okay, അപ്പൊ conditionally correct ആവുന്നതാണ് ആര്? Third statement. Okay, the conditionally correct എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു ആൻസർ ഉണ്ടെങ്കിൽ you can take it. Okay, the conclusion 3 is conditionally correct. Okay, അല്ലാതെ നമ്മൾ പറയുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ 3 എന്ന് പറയുന്നത് false ആണ്. Okay, അപ്പോ as per rule number 2 it is false. Okay, clear? So we can move on to next question. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, സെയിം മോഡൽ തന്നെയാണ്. നമുക്ക് നോക്കാം. $T എന്താണ്? T is less than, ഞാനിപ്പോ ഒറ്റ സ്ട്രെച്ചിന് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവാണ്. T is less than or equal to W. W ഈ $Q, $Q, ഡോളർ എന്ന് പറയുന്നത് ലെസ് ദാൻ സൈൻ, സോ ഇറ്റ് ഈസ് Q. ഓക്കെ, T less than or equal to W, less than Q, then Q cap D, cap എന്ന് പറയുന്നത് greater than D, അല്ലെ? Q cap D, then D at the rate J, at the rate means greater than. So in a single stretch I formed the statement, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്റ്റേറ്റ്മെന്റിനെ കണ്ടെയ്ൻ ചെയ്യാം. There are independent statements, അല്ലെ? And it is given indirectly. ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ഡോളറും ഹാഷും ഒക്കെ തന്നേക്കുന്നത്, അല്ലെ? അപ്പൊ നോക്കിക്കേ, ഡോളറിന് പകരം മീൻസ് ഹാഷിന് പകരം നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇംപ്ലൈസ് ചെയ്തു, കമ്പൈൻ ചെയ്തു, ഡബ്ല്യൂനെ ലെസ് ദാൻ കൊടുത്തു. കറക്റ്റ് തന്നെ നോക്കിക്കേ, ഡോളറിന്റെ സൈഡിന്റെ അടുത്ത് Q കൊടുത്തു, അല്ലെ? $Q, that means less than എന്നുള്ള സിമ്പിൾ കൊടുത്തു. ഗ്രേറ്റർ ദാൻ ആണ് ക്യാപ്പ്, ഗ്രേറ്റർ ദാൻ D കൊടുത്തു. ആൻഡ് ഗ്രേറ്റർ ദാൻ അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ B ആണ്, അല്ലെ? സോറി, ഏതോ ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, അല്ലെ? അറ്റ് ദ റേറ്റ് ഏതാണ്? U at the rate B, ഗ്രേറ്റർ ദാൻ B. ഓക്കെ, കുഴപ്പമില്ല, ഡോളറും ഇതും സെയിം ആണ്. ഓക്കെ, ക്ലിയർ. സോ T less than or equal to W, less than Q, greater than D, greater than J. So that is our statement. Okay, ഇനി നമ്മളുടെ കൺക്ലൂഷൻ നോക്കിക്കേ, ഡോളർ സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും $T എന്ന് പറയുമ്പോ എന്താ വരിക? ഫസ്റ്റ് കൺക്ലൂഷൻ താഴോട്ട് എഴുതാം. ഫസ്റ്റ് കൺക്ലൂഷൻസ്, നമുക്ക് കൺക്ലൂഷൻസ് ആണല്ലോ കറക്റ്റ് ആണോ നോക്കേണ്ടത്. ഏതാണ്? $T എന്ന് പറഞ്ഞാല് J less than T. സെക്കൻഡ് കൺക്ലൂഷൻ T hash J, T less than or equal to J. Okay, and 3 $Q means T less than Q. Clear? Okay, T less than Q, right? അപ്പോ ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്, ഇതാണ് നമ്മളുടെ കൺക്ലൂഷൻസ്. നമുക്ക് എന്താ വേണ്ടത്? സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷൻസും കറക്റ്റ് ആണോ എന്ന് നോക്കണം. ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണോ നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യം ആരൊക്കെ തമ്മിലാണ് നമുക്ക് വേണ്ടത്? J less than T. Okay, J less than T. So we have to find out the relation between T and J. Okay, നിങ്ങൾക്കറിയാം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. So you can't say the relation between T and J, അല്ലെ? ടിയും ജിയും തമ്മിലുള്ള റിലേഷൻ പറയാൻ പറ്റുമോ? കാരണം എന്താ? രണ്ട് ഇൻഇക്വാലിറ്റീസും വരുന്നുണ്ട്, അല്ലെ? രണ്ട് ഇൻഇക്വാലിറ്റീസും ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. There is no common to all, so you can't say that the first statement is correct. So first conclusion എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പം ഇത് വളരെ എളുപ്പമായി, അല്ലെ? ആ മൂന്ന് റൂളും പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, അടുത്ത എന്താ? T less than or equal to J. T less than or equal to J. You can't say. കാരണം എന്താ? ടിയും ജിയും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല.
മനസ്സിലായോ? അപ്പം ജെ ഡോളർ ടിയും തെറ്റാണ്, ടി ഹാഷ് ജെയും തെറ്റാണ്. ബിക്കോസ് ദർ ഇസ് നോ റിലേഷൻ, വി കാൺ പ്രെഡിക്റ്റ് ഇൻ ബിറ്റ്വീൻ ടി ആൻഡ് ജെ ബിക്കോസ് ദർ ഇസ് നോ കോമൺ ഇൻഇക്വാലിറ്റി. അല്ലെ, എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ വേരിയബിൾസിന്റെയും ഇടയിലുള്ള ഇൻഇക്വാലിറ്റീസ് ഏതെങ്കിലും ഒരെണ്ണം കോമൺ ഉണ്ടെങ്കിലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. സോ അത് തെറ്റാണ്. അപ്പൊ ആദ്യത്തെ രണ്ട് കൺക്ലൂഷനും തെറ്റാണ്. അടുത്ത നോക്കിക്കേ, ടി ലെസ് ദാൻ ക്യൂ, ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടി ആൻഡ് ക്യൂ. അല്ലെ, ടി ലെസ് ദാൻ ക്യൂ ക്ലിയർ ആണ്. കാരണം എന്താ, നമുക്ക് ടി എന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ലെസ് ദാൻ ക്യൂ. അല്ലെ, ഇപ്പൊ ടിയുടെ ഇവിടെ ഉള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെ ഉള്ളത് ലെസ് ദാൻ ആണ്. അപ്പൊ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ലെസ് ദാൻ. So you can say that T less than Q. So the statement 3 is correct. അല്ലെ, മൂന്നാമത്തെ the conclusion 3 is correct. അല്ലെ, മൂന്നാമത്തത് ആണ് മാത്രമാണ് കറക്റ്റ്. മനസ്സിലായോ? അപ്പോ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് മൂന്നെണ്ണത്തില് ഏതാണോ കറക്റ്റ് ഓക്കെ എന്നുള്ളത് നോക്കണം. അപ്പൊ മൂന്നാമത്തത് കറക്റ്റ് ആണ്. തേർഡ് കൺക്ലൂഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, you can say that third conclusion is correct. Okay, ഇനി നമുക്ക് ഇവിടെ നിങ്ങൾ ചോദിക്കും ടി ഗ്രേറ്റർ ദാൻ ജെ അല്ലെങ്കിൽ ടി ലെസ് ദാൻ ജെ. ഓക്കെ, നെവർ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു ജെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ തേർഡ് കൺക്ലൂഷൻ കറക്റ്റ് ആണെന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ചിലപ്പോ ചോയ്സിനകത്ത് പറയും എയ്തർ 1 or 2 ഈസ് കറക്റ്റ്. കറക്റ്റ് ആണ്. കാരണം എന്താണ്? യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് 3 റിലേഷൻ. ഈ ടിയും ജെയും തമ്മിൽ 3 റിലേഷൻ ആണുള്ളത്. ഏതാ? ടി ഗ്രേറ്റർ ദാൻ ജെ, ടി ലെസ് ദാൻ ജെ, then ടി ഈക്വൽ ടു ജെ. ഈ 3 റിലേഷന് നമുക്ക് കമ്പൈൻ ചെയ്യുന്നതാണ് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എയ്തർ ദിസ് ഇസ് കറക്റ്റ് ഓർ ദിസ് ഇസ് കറക്റ്റ്. അല്ലെ, എന്തായാലും ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ശരിക്കും പറയാ? തേർഡ് കൺക്ലൂഷൻ ഈസ് ഡെഫിനറ്റ്ലി കറക്റ്റ്. If there is a choice that third conclusion is definitely correct, that means always correct. എപ്പോഴും കറക്റ്റ് ആയത്. ആ സിലോഗിസത്തിലും നിങ്ങൾ അതേ കാര്യം നോക്കുന്നത് നന്നായിരിക്കും. ഡെഫിനിറ്റ് ഇൻപുട്ടും ഡെഫിനിറ്റ് ഔട്ട്പുട്ടും ഒക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഡെഫിനിറ്റ് ആയിട്ടും ഇത് കറക്റ്റ് ആണ് തേർഡ് കൺക്ലൂഷൻ. ഇനി സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് കൺക്ലൂഷനിൽ either 1 or 2 must be correct. അല്ലെ, either 1 അല്ലെങ്കിൽ 2. കാരണം ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ 3 കമ്പാരിസണേ നമുക്കുള്ളൂ. അല്ലെ, അപ്പൊ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിരിക്കണം. റൈറ്റ്? അപ്പൊ അങ്ങനെയുള്ള ചോയ്സസ് വരുവാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലുക്ക്. അല്ലെ, അത് നന്നായിട്ട് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പൊ ജെ ലെസ് ദാൻ ടി ആൻഡ് ജെ ഗ്രേറ്റർ ദാൻ ടി എന്ന് പറയുന്നത് കാരണം എന്താ? ഇവിടെ ജെ ലെസ് ദാൻ ടി എന്നാണ് വരുന്നത്. ഓക്കെ, ജെ ലെസ് ദാൻ ടി. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ജെ ഗ്രേറ്റർ ദാൻ ടി. അടുത്ത സെക്കൻഡ് കൺക്ലൂഷനിൽ ഓൾസോ ദേ ആർ സെയിങ് ദാറ്റ് ജെ ഈക്വൽ ടു ടി. ദീസ് ആർ ദ 3 പോസിബിൾ കമ്പാരിസൺസ്. അല്ലെ, ഇതാണ് നമ്മളുടെ 3 പോസിബിൾ കമ്പാരിസൺസ്. ഈ 3 പോസിബിൾ കമ്പാരിസൺസിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയായേ പറ്റുള്ളൂ. അപ്പൊ എന്താ? യു ക്യാൻ സേ ദാറ്റ് എയ്തർ ദ ഫസ്റ്റ് കൺക്ലൂഷൻ ഓർ ദ സെക്കൻഡ് കൺക്ലൂഷൻ മസ്റ്റ് ബി കറക്റ്റ്. അല്ലെ, നമുക്കത് ഏതാണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കൺക്ലൂഷൻ ഇറ്റ്സെൽഫ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിരിക്കാം. കാരണം എന്താ? 3 കമ്പാരിസണേ നമ്മുടെ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. ആൻഡ് ദേ ആർ സെയിങ് ദാറ്റ് സെയിം വേരിയബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായോ? ടിയും ജെയും സെയിം വേരിയബിൾ ആണ് ഫസ്റ്റ് കൺക്ലൂഷനിലും സെക്കൻഡ് കൺക്ലൂഷനിലും തന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കൺക്ലൂഷനിലും സെക്കൻഡ് കൺക്ലൂഷനിലും കൂടെ കമ്പൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇതില് 3ലും അല്ലെങ്കിൽ ഈ 3 പോസിബിലിറ്റീസിലും ഏതെങ്കിലും ഒന്ന് വന്നേ പറ്റുള്ളൂ. സോ യു ക്യാൻ സേ ദാറ്റ് തേർഡ് കൺക്ലൂഷൻ ഈസ് ഡെഫിനറ്റ്ലി കറക്റ്റ് and either 1 or 2, the conclusion 1 or 2 must be correct. കാരണം എന്താ? 3 കമ്പാരിസണേ ഉള്ളൂ. The same variable is used for the first and second conclusion. ഫസ്റ്റും സെക്കൻഡും കൺക്ലൂഷനിലും ഒരേ വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെ, ആ കൺക്ലൂഷനിൽ ഈ പറഞ്ഞ 3 പോസിബിലിറ്റീസും വരുന്നുണ്ട്. So you can say that it is either the first statement is correct or the second statement is correct. Clear?